നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ഭരണത്തിന് അറുതി വരുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വിജയത്തിനായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മടവാക്കരയിൽ പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടൊഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കൊച്ചി സേലം LPG പൈപ്പ് ലൈൻ കമ്പനി അധികൃതർ. വീട്ടുകാർക്ക് വീടുകളിലേക്ക് മടങ്ങാനും അനുമതി. വരാക്കര ചുക്കരിക്കുന്നിൽ അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ കർഷകന്റെ 20 കോഴികൾ ചത്തു. ചുക്കരിക്കുന്ന് സ്വദേശി മടത്തുംപടി ജോസിന്റെ വീട്ടുമുറ്റത്തെ കൂടാണ് അജ്ഞാതജീവി തകർത്തത്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ഭരണത്തിന് അറുതി വരുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് UDF നേതൃത്വത്തിലുള്ള ഭരണം തിരികെ വരുമെന്നും വലിയ വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, മുൻ MLA MK പോൾസൺ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, DCC ഭാരവാഹികളായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, ജോബി, KC കാർത്തികേയൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CA അബ്ദുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 501 അംഗ ജനറൽ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അന്നത്തെ ദൃഢനിശ്ചയത്തോടുകൂടി ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഴിഞ്ഞം തുറമുഖം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ പദ്ധതി ഞാൻ നടപ്പാക്കിയിരിക്കും. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയിരിക്കുമെന്ന് പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറയും. എന്തായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്? ഏത് നേട്ടമാണ് പിണറായി വിജയനുള്ളത്? നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ ആരുണ്ടാക്കി? പ്രിയപ്പെട്ടത്, ഇന്ന് പിണറായി വിജയൻ ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പുതിയൊരു രാഷ്ട്രീയ കച്ചവടം അതുകൂടി പറഞ്ഞ് അവസാനിക്കും. മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJPയുമായി ആവശ്യം. ജനങ്ങളെല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ ഇവിടെ നിന്ന് കെട്ടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളോട് സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ പ്രദേശത്തെ വികസനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങളോട് കാണിക്കുന്ന അവഗണനകൾ അത്രമാത്രം വലിയ രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു നീണ്ട 20 കൊല്ലക്കാലം മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് വളരെ കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ള നമ്മുടെ മറുപടി. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ചരിത്രപരമായ ദൗത്യം, ചരിത്രപരമായ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് മാത്രം ഇത്തരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പുതുക്കാലം അതുപോലെ ഇതിനോടൊപ്പം ഇപ്പൊ കടന്നു വന്ന പുതിയ പുതുക്കാലത്തിലൂടെ കടന്നു വന്ന ചെങ്ങാലൂരിലെ മുൻ CPM പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ
സജിത്ത് കോമത്തുകാട്ടിൽ CPM വിട്ട് UDFിൽ ചേർന്നു. പുതുക്കാട് നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് സജിത്തിനെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചു. CPMൽ സജീവമായിരുന്ന സജിത്തിന്റെ കടന്നുവരവ് മേഖലയിൽ UDFിന് കരുത്തേകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വിജയത്തിനായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF പുതുക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, നേതാക്കളായ രാഘവൻ മുളങ്ങാടൻ, ജോർജ് താഴേക്കാടൻ, TI സേവ്യർ, ഹൈദർ, സിന്ധു കൈരളി, PK ശിവരാമൻ, NN ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് സഖാവ് രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് നമുക്ക് കഴിഞ്ഞു. കുറേയേറെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പുതിയ പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. പുതിയ പദ്ധതികൾ ആരംഭിച്ചത് കുറേയേറെ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനിയും നിരവധി പദ്ധതികൾ നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളുണ്ട്. പുതുക്കാട് സെൻറ്ററിൽ ഉയരുന്ന മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ നിർമ്മാണം 2ാം നിലയിലേക്ക്, അതിൻ്റെ വാർക്കയിലേക്ക്, കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പുതിയ സംരംഭങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി സാങ്ഷനായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്, തുടങ്ങാനുണ്ട്. അതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിരവധിയായ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ പല ഘട്ടങ്ങളിലും പറഞ്ഞു. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എത്രയോ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ, കർഷകരുടെ ആഗ്രഹമായിരുന്നു. അത് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ 2ാം ഘട്ടം ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ 2ാം ഘട്ടവും നമുക്ക് പാലമ്പ്ര കുന്നിലേക്ക് വെള്ളം ചാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ കച്ചേരിക്കടവ് പാലം എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജലസേചനവും ഗതാഗത സൗകര്യങ്ങളുമൊക്കെ നമുക്ക് ഒരുക്കാൻ കഴിയുന്നു. രൂപയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ ബ്രിഡ്ജിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്? അതിൽ നടപ്പാക്കിയത് എത്ര? ഇനി ഏതെങ്കിലും നടപ്പാക്കാനുണ്ടോ എന്നെല്ലാം വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് കാർഡ് ഇറക്കി അത് അവതരിപ്പിച്ചുകൊണ്ട് നന്നായി മിടുക്കനായി പഠിക്കുന്ന കുട്ടി പരീക്ഷയെല്ലാം കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങി മാതാപിതാക്കളുടെ മുമ്പിൽ അഭിമാനബോധത്തോടു കൂടി തന്റെ പ്രോഗ്രസ് കാർഡ് ഉയർത്തി കാണിച്ച് വീട്ടിൽ ചെല്ലുന്നത് പോലെ ഈ നാട്ടിലെ മനുഷ്യരുടെ മുമ്പിലേക്ക്, നല്ല മനുഷ്യരുടെ മുമ്പിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതും നടപ്പിലാക്കിയതുമായ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ടാണ് നാം 3ാമത്തെ ഊഴത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. UDF നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KM ബാബുരാജ്, നേതാക്കളായ MK പോൾസൺ, KV ദാസൻ, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, TM ചന്ദ്രൻ, സോമൻ മുത്തർത്തിക്കര, അലക്സ് ചുക്കിരി, സുധൻ കാരിൽ, KJ ജോജു എന്നിവർ സംസാരിച്ചു. നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ, പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനും കാര്യങ്ങളും കമ്മിറ്റികളും ഒക്കെ അനൗൺസ് ചെയ്ത കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഓഫീസ് ഔപചാരികമായി ഇന്നിവിടെ നിർവഹിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ അറിയിക്കുക.
ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓഫീസാണ് നമുക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. മടവാക്കരയിൽ പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടൊഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കൊച്ചി സേലം പൈപ്പ് ലൈൻ കമ്പനി അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച മടവാക്കരയിൽ ചേർന്ന നാട്ടുകാരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. KSPPL കമ്പനി HR മാനേജർ VM ശെൽവം, പ്രോജക്ട് മാനേജർ CF ലെനീഷ്, BPCL ഉദ്യോഗസ്ഥൻ വിനീത് എന്നിവരാണ് നാട്ടുകാരുമായി സംസാരിച്ചത്. പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം കമ്പനി അംഗീകരിച്ചു. അടിയന്തിരമായി വീട് മാറേണ്ടി വന്നവർക്ക് ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ അനുമതി നൽകി. പൈപ്പ് ലൈനിലെ വാതകം ഒരു വശത്തേക്ക് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞതിനാൽ വീടുകളിൽ മടങ്ങിപ്പോകുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. വീട് വിടേണ്ടി വന്നതുമൂലം നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം എന്ന നിലയിലാണ് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നത്. വീട് പൂട്ടിയിടേണ്ടി വന്നവർക്കും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നവർക്കും വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും നഷ്ടപ്പെട്ടവർ തുടങ്ങിയവരുടെ നഷ്ടങ്ങൾ കണക്കാക്കി നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മണലി മടവാക്കര പ്രദേശത്തെ 18 കുടുംബങ്ങളാണ് വാതക ചോർച്ചയെ തുടർന്ന് വീടൊഴിഞ്ഞത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അവശ്യ സാധനങ്ങൾ പോലും എടുക്കാതെ വിവിധ ഇടങ്ങളിലുള്ള ബന്ധുവീടുകളിലേക്കാണ് പലരും മാറിയിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതവും താളം തെറ്റിയ നിലയിലായിരുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KR സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വീട്ടുകാർ പ്രതിഷേധമായാണ് മടവാക്കര കാഴ്ചക്കടവിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് എത്തിച്ചേർന്നത്. മടവാക്കര മണലി റോഡ് പ്രാദേശിക ഗതാഗതത്തിന് ഞായറാഴ്ച വൈകിട്ട് മുതൽ തുറന്നുകൊടുത്തുവെങ്കിലും വലിയ വാഹനങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കൂടി നിയന്ത്രണം ഉണ്ടായിരിക്കും. തൊട്ടടുത്ത വീട്ടിൽ മാത്രം പാചകവാതകം ഉപയോഗിക്കുന്നതിന് വിലക്ക് ഉണ്ട്. ഇവർക്ക് ഇൻഡക്ഷൻ സ്റ്റൗ കമ്പനി അധികൃതർ വാങ്ങി നൽകും. വൈദ്യുതിയും ഞായറാഴ്ച വൈകിട്ട് മുതൽ പുനഃസ്ഥാപിക്കാനും ധാരണയായി. സമീപത്തെ കുടുംബങ്ങളുടെ 5 ദിവസത്തെ ദുരിതത്തിനാണ് ഇതോടെ അറുതി വരുന്നത്. ഇവിടെ പാചകവാതക ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചെങ്കിലും പൈപ്പിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എൻ്റെ പേര് വിനീത് കൃഷ്ണൻ. ഞാനിവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ബോട്ടിംഗ് കയാക്കിംഗ് നടത്തുന്നു. ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഗസ്റ്റിനെ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഏകദേശം ഒരാഴ്ചയായിട്ട് ഗ്യാസ് ലീക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ബോട്ടിംഗ് കയാക്കിംഗ് ഒന്നും നടത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ വരുമാനത്തേക്ക് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി അത് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരണമെന്നാണ് പറയണത്. ഇത് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡാണ്. 10-ാം വാർഡിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞാൻ 10-ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. എൻ്റെ പേര് ശ്രീനാഥ്. ഇപ്പോൾ 5 ദിവസം മുന്നാണ് ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഗ്യാസ് അവിടെ ലീക്ക് വരുന്നതും അതിനുശേഷം പെട്ടെന്ന് ഇവിടെയുള്ള നാട്ടുകാരോട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അറിയിച്ചു. അവരുടെ സുരക്ഷ മുൻനിർത്തി ഞങ്ങളെല്ലാവരോടും മാറണമെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് തീരുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നീട് ദിവസങ്ങൾ ഇപ്പോൾ 5-ാമത്തെ ദിവസമായിട്ട് ഈ പരിപാടി ഇതിൻ്റെ വർക്കുകളൊന്നും തീർന്നിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 18 കുടുംബം പുറത്ത് പോയിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കമ്പനി വളരെയധികമുള്ള അനാസ്ഥയാണ് കാണിക്കുന്നത്. പിന്നീട് ഇവരെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കളക്ടർക്ക് ഈ നിവേദനം കൊടുത്തിട്ടുണ്ട്. കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. അവരധികാരികളുമായിട്ട് കളക്ടർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ ഒരു ഉദ്യോഗസ്ഥരോടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവരോട് ഉറപ്പ് വാങ്ങിക്കണം. ഇവർക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും ഇവർക്കുള്ള നഷ്ടപരിഹാരം നികത്തി കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. എൻ്റെ പേര് പ്രജിത. ഈ ഗ്യാസ് ലീക്കേജ് ഉണ്ടായതിനു ശേഷം അന്ന് പോകാൻ പറഞ്ഞത് 1 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അവിടെ നിന്ന് അയച്ചത്. പക്ഷെ ഞങ്ങൾ പോയെങ്കിലും പശുക്കളെ ഒന്നും പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെറ്റിനറി ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരേനും പുറത്തേക്ക് ആക്കണം, അവർക്കും ഈ സാഹചര്യം ശരിയാവില്ല എന്ന് പറഞ്ഞ കാരണം പെട്ടെന്ന് വന്ന് ഇവരോട് അനുവാദം ചോദിച്ചു വണ്ടിയിൽ പശുവിനെയൊക്കെ കയറ്റിപ്പോയി. പിന്നെ തീറ്റെടുക്കാനോ അതിനൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് തീറ്റയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ചിറ്റിശ്ശേരി ഒരു ഫാമിലാണ് പശുക്കളൊക്കെ നിർത്തിയിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടിലാണ്. തീറ്റയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അന്ന് പെരുന്നാളായ കാരണം തീറ്റയും കിട്ടാണ്ടായില്ല. പിന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ മെമ്പർ വന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് തന്നു വണ്ടിയിലാക്കി തന്നിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. എൻ്റെ പേര് സംഗീത സതീഷ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഗ്യാസിൻ്റെ ലീക്കേജിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. ബുധനാഴ്ച രാവിലെ ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളോടൊപ്പം അവരത് ഉടനെ രോഗം മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നു. ഞങ്ങൾക്കൊരു സാധനങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഡ്രസ്സുകൾ, മരുന്ന്, സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല.
പ്രായമായ ഒരു അമ്മയുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ ഒരു 35 കിലോമീറ്റർ അപ്പുറം കൊരട്ടി മാമ്പ്ര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. 5 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നത്. ഇതുവരെ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വിവരം അറിഞ്ഞ വഴിക്ക് തന്നെ ഞങ്ങൾ ഇവിടേക്ക് എത്തി. ഇവിടെ വന്നു ഇവിടുത്തെ ജനങ്ങളുമായി ആദ്യം തന്നെ ജനങ്ങളെയാണ് ഞങ്ങൾ ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ഇതാക്കിയത്. ഉടനടി വിവരം അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഫോണിൽ വൈസ് പ്രസിഡന്റിനെ വിളിച്ചിരുന്നത്. ഞാൻ വേറൊരു യോഗത്തിലായിരുന്നു. ആ യോഗ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും പോലീസിനെ KSEB ഇവരൊക്കെ ഉണ്ടായിരുന്നു. വേഗം കറണ്ട് വൈദ്യുതി ഏർപ്പെടുത്തി ഇട്ടു. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഫയർഫോഴ്സ് ഈ വക എല്ലാം എത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ചു. ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു. സേലം പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെ മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റൊക്കെ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തു. ഇത് പറഞ്ഞു ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു പറഞ്ഞു ഇനി ഇവിടുന്ന് ഇവരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കണം. അതായിരിക്കും ഇവർക്ക് നല്ലത്. വാതക ചോർച്ച തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചോരനയിലേക്ക് ഇവർ വെള്ളം അടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ പലരും പണിക്ക് പോയിരിക്കണു, ജോലിക്ക് പോയിരിക്കണു, ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിരിക്കണു. ഇവരെ വിളിച്ചു വരുത്തി ഇവരെ ഇവിടുന്ന് മാറാൻ പറഞ്ഞു. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇവരോട് പറഞ്ഞത് നാളെ എന്തായാലും ഇവർക്ക് തിരിച്ച് വെള്ളയ്ക്ക് വരാം, അപ്പോഴേക്കെല്ലാം ഒരു ശാന്തതയാവും എന്നാണ് പറഞ്ഞത്. അത് പ്രകാരം ഇവർ കയ്യിൽ കിട്ടിയ വസ്തുക്കളൊക്കെ ആയിട്ട് അവരുടെ ബന്ധു വീടുകളിലേക്കും ഒക്കെ അവർ മാറി താമസിച്ചു. അതിനൊക്കെ വിലയിരുത്തി ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ വാതക ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് ഇനി അത് മണ്ണ് മാന്തി എവിടെ എന്തൊക്കെയാണ് അതിന് പറ്റിയേക്കണം എന്നുള്ള കേടുപാടുകൾ നോക്കി അതിന് വേണ്ടത് ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ കടത്തി വിടുള്ളൂ എന്നാണ് പറയാൻ കഴിഞ്ഞത്. 16-18 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്മെൽ ചെയ്തുകൊണ്ട് ചേട്ടന് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ എന്നുള്ള ലെവലിൽ ഇപ്പോൾ കണ്ടിന്യൂസ് നിങ്ങളെക്കാൾ അടുത്ത് ഞങ്ങൾ ആ ലിക്സൈറ്റിന് അടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലും കൂടുതൽ ഞങ്ങൾ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നത്. പ്ലാന്റിൽ ഓൾവേസ് പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ സ്മെല്ല് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ നിങ്ങൾ ഉണ്ടാക്കിയില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് 6 മണിക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് കയറാം. ഇലക്ട്രിസിറ്റിയും ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞേക്കളെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ എല്ലാം കമ്പനി കഴിക്കുന്നത്. പശുവിന്റെ കാര്യം പറഞ്ഞില്ലേ, പശുവിനാണെങ്കിൽ പശുവിന്റെ വില അവർക്ക് എന്തെങ്കിലും അത്. പിന്നെ ചെടി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കൺസർവേറ്റർ അതിന്റെ കോമ്പൻസേഷൻ നമ്മുടെ കമ്മിറ്റിയിൽ നമുക്ക് ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്. ഈ സ്ഥലമായിട്ടുള്ള കമ്പനി നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ നിർത്തുമല്ലോ, അയാളുടെ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പുള്ളി തന്നെ വന്ന് നിങ്ങളോട് ചോദിച്ച് എന്താണ് നഷ്ടം നോക്കിയാൽ അതിന്റെ കോമ്പൻസേഷൻ കമ്പനി തന്നിരിക്കും. ഒരു ഡൗട്ടും വേണ്ട അതിൽ. കാരണം നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ കൺസിഡർ സേഫ്റ്റിയാണ്. ദൈവാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അത് ഞാൻ ദൈവത്തിനായതെന്ന് പറയുന്നത്. വരാക്കര ചുക്കിരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കർഷകന്റെ 20 കോഴികൾ ചത്തു. ചുക്കിരിക്കുന്ന് സ്വദേശി മടത്തുംപടി ജോസിന്റെ വീട്ടുമുറ്റത്തെ കൂടാണ് അജ്ഞാത ജീവി തകർത്തത്. ശനിയാഴ്ച വൈകിട്ട് കൂട്ടിൽ കയറ്റിയ കോഴികളെ രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൂട് പൊളിച്ചാണ് ആക്രമണം. എല്ലാ കോഴികളെയും ആക്രമിക്കുകയും കോഴികളുടെ ഒരു കാല് മാത്രം കടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സംഭവം അറിഞ്ഞ അളഗപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കരി സംഭവസ്ഥലം സന്ദർശിച്ചു. വിവരമറിഞ്ഞ അളഗപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കരിക്കുന്നത്ത് സംഭവസ്ഥലം സന്ദർശിക്കുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊടകരയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ കൺവെൻഷൻ ചേർന്നു. കൊടകര പഞ്ചായത്ത് തലത്തിലാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം EA ജയതിലകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മികച്ച വിജയം കൈവരിച്ച കൊടകര മനക്കുളങ്ങര യൂണിറ്റ് അംഗവും തൊഴിലാളിയുമായ KK സുരേഷിനെ EA ജയതിലകൻ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR പ്രസാദൻ, MK മോഹനൻ, KV നൈജോ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളികൾ എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഓരോ കവലയിലും വ്യത്യസ്ത തൊഴിൽ മേഖലയ്ക്കകത്ത് നിരവധിയായ തൊഴിലാളികൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഞാൻ വരുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ നിന്നാണ്. കോടശ്ശേരി പഞ്ചായത്തിൽ തന്നെ 100-300ഓളം പേർ ചുമട് മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പാറമട വ്യവസായമൊക്കെ ബന്ധപ്പെട്ടു മിക്കവാറും എല്ലാ തെരുവുകളും കവലകളിലും ചുമട് തൊഴിലാളികൾ യഥേഷ്ടം ഉണ്ടായിരുന്നൊരു കാലം. ഇന്ന് ചുമട് മേഖലയിൽ പലവിധ പ്രതിസന്ധികൾ മൂലം ചുമട് മേഖലയിൽ ആവശ്യത്തിന് തൊഴിൽ ലഭ്യമാകാതിരിക്കുകയും തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്.
നമുക്കറിയാം ചുമട്ടുതൊഴിലാളികളെന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിന് ആരോഗ്യ സംരക്ഷണത്തിനും കായിക വികസനത്തിലും പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് മണ്ണമ്പേട്ടയിൽ അത്യാധുനിക ഫിറ്റ്നസ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കായിക പ്രേമികൾക്കും ഫിറ്റ്നസ് ആരാധകർക്കും ആവേശമായി മണ്ണമ്പേട്ടയിൽ പോലീസ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമി തുറന്നു. പ്രമുഖ താരങ്ങളുടെയും കായികരംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ലോകപ്രശസ്ത ബോഡി ബിൽഡറും വേൾഡ് ഫിറ്റ്നസ് ചാമ്പ്യനുമായ ചിത്തരേഷ് നടേശൻ, മിസ്റ്റർ ഇന്ത്യ മെഡലിസ്റ്റ് TK റിയാസ് എന്നിവർ ചേർന്ന് അക്കാദമി നാടിന് സമർപ്പിച്ചു. ചത്താപ്പച്ച എന്ന ചിത്രത്തിലൂടെ സുപരിചിതനായ നടൻ കൃഷ്ണൻ നമ്പ്യാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് ബാബു ചെറിയാൻ, സൗത്ത് ഇന്ത്യ പ്രസിഡന്റ് ലെസ്ലി ജോൺ പീറ്റർ, നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ സുഫ്ന ജാസ്മിൻ, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച ആനുകൂല്യങ്ങളാണ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 അംഗങ്ങൾക്ക് രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമായിരിക്കും. പഠനത്തോടൊപ്പം ആരോഗ്യവും സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും ലഭ്യമാണ്. കൂടാതെ ദമ്പതികൾക്കായി ആകർഷകമായ പ്രത്യേക പാക്കേജുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വ്യായാമം ചെയ്യാവുന്ന ഒരു യൂണിസെക്സ് ജിമ്മാണിത്. ലോകോത്തര നിലവാരമുള്ള പ്രീമിയം എക്യുപ്മെന്റുകൾ, ഹൃദയാരോഗ്യത്തിനായി പ്രത്യേക കാർഡിയോ സോൺ, പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സൗകര്യം, തിരക്കില്ലാത്ത വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഫ്ലോർ, ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ചുള്ള പരിശീലനം എന്നിവ ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പ്രത്യേകതയാണ്. പേശീബലവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സ്ട്രെങ്ത് ആൻഡ് കോർ ട്രെയിനിങ്, ശാസ്ത്രീയമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കാൻ ഫാറ്റ് ലോസ് പ്രോഗ്രാംസ്, ശരീരത്തിൻ്റെ വഴക്കവും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനത്തിനായി പിലേറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട്സ് തുടങ്ങി മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ സേവനം ഇവിടെയുണ്ട്. കൂടാതെ സ്ത്രീകൾക്കായി ലേഡി ട്രെയിനറുടെ പ്രത്യേക സേവനവും, വ്യക്തിഗത ശ്രദ്ധ ആഗ്രഹിക്കുന്നവർക്കായി പേഴ്സണൽ ട്രെയിനിങ് സൗകര്യവും ലഭ്യമാണ്. കൂടാതെ നിങ്ങളുടെ സൗകര്യാനുസരണം തിരഞ്ഞെടുക്കാവുന്ന പ്രതിമാസ പ്ലാൻ, 3 മാസം, 6 മാസം, 9 മാസം, 1 വർഷത്തെ ലാഭകരമായ പാക്കേജ് തുടങ്ങിയ പ്ലാനുകളും ഇവിടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മണ്ണമ്പേട്ട സെൻറ്ററിലെ ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കാലത്ത് 5:30 മുതൽ 10 മണി വരെയും, വൈകിട്ട് 4:30 മുതൽ വൈകിട്ട് 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവൃത്തി സമയം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇല്ല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. ഇതിലിപ്പോൾ വെയിറ്റ് ലോസിൻ്റെ പ്രോഗ്രാം, കാർഡിയോ തന്നെ ഒരു 18 രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള കാർഡിയോ എക്സസൈസിനുള്ള മെഷീനറീസ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് ടൗണിൽ, പഴയ കാലങ്ങളിലൊക്കെ ടൗണുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നതാണ് ഇത്രയും വലിയ ഫെസിലിറ്റി. നമ്മളാഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് നല്ലൊരു പ്രസ്ഥാനം കൊണ്ടുവന്നു. ഇതിപ്പോൾ നമ്മളൊരു പാഷൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആരോഗ്യവാന്മാരായി വളരുവാനും വളർത്താനും അവർ നല്ല രീതിയിൽ നടക്കാനും അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിലത്തെ ട്രെയിനേഴ്സൊക്കെ ക്വാളിഫൈഡ് ട്രെയിനേഴ്സാണ്. എല്ലായിടത്തും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഇവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രെയിനിങ്ങും എല്ലാ പ്രോഗ്രാമും. അപ്പോൾ അത് മാക്സിമം എല്ലാവരും അത് ഉപയോഗിക്കുക. ഇതിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണം. അദ്ദേഹം ആ സ്വപ്നം ഷെയർ ചെയ്തത് ഞാനും ഒരു സ്വപ്നം അദ്ദേഹം ഷെയർ ചെയ്തു. അതായത് എന്തെങ്കിലും വലിയ സ്ക്രീനിൽ എനിക്ക് എന്നെ കാണപ്പെട്ടുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കും 7ഓളം സിനിമകളിൽ നല്ല ബ്രാൻഡിലുള്ള സിനിമകളിലെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷപ്പെടുന്നു. പിന്നെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ എന്നത് ദേശീയ ലെവലിൽ വളരുന്ന വലിയൊരു ബ്രാൻഡായി മാറട്ടെ. തീർച്ചയായിട്ടും വളരെയധികം ബോഡി ബിൽഡേഴ്സും അതുപോലെ അത്ലറ്റ്സും ഈ ജിമ്മിൽ നിന്ന് വരും. ഐ വിഷ് ദം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
പറഞ്ഞാൽ ഇന്ത്യ അറിയപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ. അതിനേക്കാൾ ഉപരി കേരളത്തിലെ കോടിക്കണക്കിന് ചുറ്റാൻ ശ്രമിക്കുന്ന ടി.വി. കോടി എന്ന് പറഞ്ഞ വ്യക്തി സാധാരണ വ്യക്തിയായി നമുക്കറിയാം. വന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി. കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പോലീസുകാരൻ്റെ ഈ ഒരു പുതിയൊരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവും. ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഉടൻ ബന്ധപ്പെടുക. ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ, MG പ്ലാസ, മണ്ണമ്പേട്ട. ഫോൺ 9074576203 അല്ലെങ്കിൽ 9539387373. ചേർപ്പ് ഊരകത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്ക്. പാലക്കാട് സ്വദേശികളായ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ചേർപ്പ് ഊരകത്ത് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് സ്വദേശികളായ സജിത, ലക്ഷ്മി, ഓമന, ശിങ്കാരി, സുനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. SNDP യോഗം പുതുക്കാട് തെക്കേത്തുറവ് ശാഖയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കായി സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് രവീന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് രവീന്ദ്രൻ കരവട്ട് അധ്യക്ഷത വഹിച്ചു. തിമിര നിർണയത്തിന് പുറമെ കാഴ്ച സംബന്ധമായ വിവിധ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാക്കി. വിജയകുമാർ പുതുക്കാട്ടിൽ, PV ശരത്ത്, സൗമ്യ, KJ ജോജു, അനിൽ എന്നിവർ പ്രസംഗിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതുക്കാട് നിയോജകമണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. UDF പുതുക്കാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തു പകരാൻ മഹിളാ കോൺഗ്രസ് ഒരുങ്ങുന്നു. മാർച്ച് 25 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും. പ്രോഗ്രാം കോർഡിനേറ്റർ EA ഓമന അധ്യക്ഷത വഹിക്കും. പ്രദേശത്തെ പ്രധാന UDF നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ സംബന്ധിക്കും. JCI നാഷണൽ വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് JCI തൃശൂർ ഗ്രീൻ സിറ്റി പുതിയ 2 കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയും മുൻനിർത്തിയുള്ള പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കിയത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പുളിക്കൻ ഫ്യുവൽസിലുമായി സ്ഥാപിച്ച സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെ ഉദ്ഘാടനം നാഷണൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് അദ്വാനി നിർവഹിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിതവും ലളിതവുമായ രീതിയിൽ നാപ്കിനുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. കൂടാതെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി JCI നാഷണൽ പ്രസിഡന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ സസ്റ്റൈനബിൾ സിപ്പിംഗ് പദ്ധതിക്കും തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്തു. JCI തൃശൂർ ഗ്രീൻ സിറ്റി മുൻ പ്രസിഡന്റ് അരുൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ, സോൺ വൈസ് പ്രസിഡന്റ് ഏബിൾ ബേബി, സോൺ ഡയറക്ടർ അബിൻ ബോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ലേഡി JC ചെയർപേഴ്സൺ വിൻസി മെവിൻ, ട്രഷറർ റോസ്ലിൻഡ് റിജോ, JJ ചെയർപേഴ്സൺ സിയന്ന, മുൻ പ്രസിഡന്റുമാരായ സതീശൻ ജോസാൻഡോ, ML ജോബി, റിജോ, ജീൻ അരുൺ, പുളിക്കൻ ഫ്യുവൽസ് ഉടമ ജെയിംസ് ജോസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിവസവും അതിനു മുൻപുള്ള ഒരു ദിവസവും, അതായത് ഏപ്രിൽ 8, 9 തീയതികളിൽ അച്ചടി മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിരോധിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, സംഘടനകൾ, വ്യക്തികൾ എന്നിവർ നൽകുന്ന എല്ലാ രാഷ്ട്രീയ പരസ്യങ്ങളും
സംസ്ഥാന ജില്ലാ തലത്തിലുള്ള എം.സിയിൽ നിന്ന് മുൻകൂർ സർട്ടിഫിക്കേഷൻ നേടണം. പരസ്യം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് കുറഞ്ഞത് 2 ദിവസം മുൻപ് അപേക്ഷ എം.സിയിൽ സമർപ്പിക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. തലോർ മുക്കത്ത് കിഴിക്കാരൻ പറമ്പിൽ ജോസഫ് അഗസ്റ്റിൻ എന്ന ബാബു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. മെൽബ, ഗ്രീഷ്മ എന്നിവർ മക്കളും ജയേഷ്, ആശിഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ഭരണത്തിന് അറുതി വരുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വിജയത്തിനായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മടവാക്കരയിൽ പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടൊഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കൊച്ചി സേലം LPG പൈപ്പ് ലൈൻ കമ്പനി അധികൃതർ. വീട്ടുകാർക്ക് വീടുകളിലേക്ക് മടങ്ങാനും അനുമതി. വരാക്കര ചുക്കരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കർഷകന്റെ 20 കോഴികൾ ചത്തു. ചുക്കരിക്കുന്ന് സ്വദേശി മടത്തുംപടി ജോസിന്റെ വീട്ടുമുറ്റത്തെ കൂടാണ് അജ്ഞാത ജീവി തകർത്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.